ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, നിക്കടേ അവിടെ. മനുവല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ, ഞാനാ, മനസ്സിലായോ? വേലക്കാരിയായി വന്നിട്ട് വീട്ടുകാരിയാ വന്ന് നോക്കുന്നോടി കള്ളി. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്ക് മാഡത്തിൻ്റെ വീട്ടുകാരിയാവണ്ട, വേലക്കാരിയും ആവണ്ട. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇന്നിപ്പം നേരം രാത്രി ആവാറായതുകൊണ്ട് ഞാൻ ഇറക്കി വിടുന്നില്ല. നാളെ നേരം വിളിക്കുമ്പോൾ നിന്റെ പൊടി പോലും ഇവിടെ കാണരുത്. ആഹാ, വൈജയന്തിയോടാണോ നിന്റെ കളി? ഇതും ഇതിൻ്റെ അങ്ങേയറ്റവും കണ്ടിട്ടുള്ളവളാ ഞാൻ. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്തറിയാമെന്നാടി? പറ, കേൾക്കട്ടെ, നിനക്ക് എന്തറിയാം? അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ, എല്ലാം. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്തെല്ലാം? അപ്പം അലീന പറയുന്നുണ്ട്, സകലതും, എല്ലാം അറിയാം എനിക്ക്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അറിയാവുന്നതൊക്കെ നീ നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി, എൻ്റെ അടുത്തെടുക്കണ്ട. പല വേലക്കാരികളെയും കണ്ടിട്ടുള്ളവളാ ഈ വൈജയന്തി. എൻ്റെ കുടുംബത്ത് കയറി എൻ്റെ ഭർത്താവിനെയും കൂട്ടുപിടിച്ച് എന്നോട് യുദ്ധം ചെയ്ത് എൻ്റെ കുടുംബം തകർക്കാൻ നോക്കുന്നോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനല്ല യുദ്ധം ചെയ്യുന്നത്, മേഡമാണ്, അതും സ്വന്തം നിഴലിനോട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നാളെ സൂര്യൻ ഉദിച്ച ശേഷം നിൻ്റെ മുഖം ഈ വീട്ടിൽ കാണരുത്. നിനക്ക് തരാനുള്ളതും അതിൻ്റെ 10 ഇരട്ടിയും ബാലേന്ദ്രൻ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടേ കൂടുതൽ കണക്കൊന്നും പറയാൻ നിൽക്കണ്ട, കിട്ടിയതും എടുത്തുകൊണ്ട് പോയിക്കോണം. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട്, കണക്ക് പറഞ്ഞു തുടങ്ങിയ എൻ്റെ ഈ കടം വീട്ടാൻ മേഡത്തിന് ഈ ജന്മമൊന്നും പോരാ. അതുകൊണ്ട് ആ പൈസ ഞാനങ്ങ് തിരിച്ചു തന്നേക്കാം. തന്നിട്ടേ പോകുന്നുള്ളൂ മേഡം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, വേണ്ട, ആ പൈസ നീ എടുത്തോ. ആ പൈസ ഇനി ഇവിടെ വേണ്ട, കുടുംബം കലക്കിയതിൻ്റെ പാരിതോഷികമായിട്ട് അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനല്ല നിങ്ങളുടെ കുടുംബം കലക്കിയത്, ഇതൊക്കെ പണ്ടേ കലങ്ങിക്കിടക്കുന്ന കുടുംബമാണ്, അത് ഇനിയും കലങ്ങും. കാരണം എന്തെന്നറിയോ, നിങ്ങൾക്ക് നേരും നെറിയുമില്ല. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ചൂടാവുന്നുണ്ട് കേട്ടോ. നിർത്തടി, നീ എന്നോട് കുരയ്ക്കുന്നു, വായ അടക്കടി. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ വായ അടപ്പിക്കാൻ നോക്കണ്ട മേഡം, സ്വന്തം വായ അടച്ച് വെച്ചാൽ മതി. പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ഞാൻ ചെറുപ്പമായത് കുറ്റം, നിങ്ങളുടെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് ജോലിക്ക് എടുത്തത് കുറ്റം, മനുവേട്ടൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് കുറ്റം, നിങ്ങളുടെ അമ്മയെ ഞാൻ കെയർ ചെയ്ത് സുഖപ്പെടുത്തുന്നതും കുറ്റം, നിങ്ങളുടെ മകൻ സ്വന്തം അച്ഛൻ്റെ പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിച്ചത് ഞാനത് ഏൽക്കാഞ്ഞതിന് എൻ്റെ കുറ്റം, നിങ്ങളുടെ മകനും ആങ്ങളുടെ മകനും കൂടി മാനഭംഗം പെടുത്താൻ ശ്രമിച്ചത് എൻ്റെ കുറ്റം, നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മദ്യപിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നതും എൻ്റെ കുറ്റം, അദ്ദേഹത്തിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എൻ്റെ കുറ്റം. ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, നിങ്ങൾ പറയിപ്പിച്ചതാ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം നന്നാവത്തില്ല മേഡം. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെയാണ് കേട്ടോ. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ആ ഫോണിങ്ങ് തരുമോ, രേവതിക്കുട്ടീനെ വിളിക്കാനാ. അപ്പം മുത്തശ്ശി ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അങ്ങനെ അലീന രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഹലോ ചേച്ചി. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ആ മോളെ നീ കിടന്നായിരുന്നോ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ ബ്രഷ് ചെയ്യാൻ പോവായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാ ബ്രഷ് ചെയ്തോ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ഇല്ല ചേച്ചി, ഇനിയിപ്പോൾ എന്തായാലും ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇവിടെ എന്ത്, ഞങ്ങളെന്നൊരു സിനിമയ്ക്ക് പോയി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ വരുമ്പോഴേക്കും എല്ലാ സിനിമയും കണ്ട് തീർക്കോടി? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല, ചേച്ചിക്ക് വേണ്ടി ഞാൻ 3 സിനിമ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ചേച്ചി കാല് മാറരുത്, ഈ ആഴ്ച തന്നെ വരണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതെന്തു പറ്റി? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്രൻ സാറ് എന്നെ ഇവിടെ നിന്ന് വിടത്തില്ല. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി പോവാൻ വേണ്ടി എല്ലാം റെഡി ആയിരിക്കുന്നു എന്ന് പറയണം, സാറിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, വന്നു, പക്ഷേ അപ്പോഴേക്കും ആകെ പ്രശ്നമായി. ഇത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തുവാ ഇത്, അവിടെ എപ്പോഴും പ്രശ്നം മാത്രമേ ഉള്ളൂ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാർ ഉറപ്പിച്ച് പറഞ്ഞു എന്നോട് ഇവിടുന്ന് പോകരുതെന്ന്, സാറിൻ്റെ കൂടെ നിൽക്കണമെന്ന്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, സാർ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുക. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, മറ്റേ കാര്യമൊന്നും അറിയത്തില്ലല്ലോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല, പക്ഷേ മാഡുമായിട്ട് ഭയങ്കര പിണക്കോ, രണ്ടുപേരും യുദ്ധത്തിന് ഇറങ്ങിയേക്കുവാ പരസ്യമായിട്ട്, മക്കളെയും നോക്കുന്നില്ല, ബന്ധുക്കളെയും നോക്കുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റത്തില്ലടി മോളെ, സാറ് ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ,
സാറിനെ ഉപേക്ഷിക്കാൻ വയ്യ, മേഡമായിട്ട് തല്ലു പിടിക്കാനും വയ്യ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ശോ, കുറച്ചും കൂടി നേരത്തെ പോന്നാൽ മതിയായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെന്തായാലും മേഡം എടുത്ത് പുറത്ത് കളയും, കൂടി വന്ന ഒരാഴ്ച. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി മനുവേട്ടനോട് ചോദിക്കി എന്നാ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പോവരുതെന്നാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി അനുഭവിക്കുന്ന വിഷമം അവർക്കാർക്കും അറിയത്തില്ലല്ലോ. ചെകുത്താനും കടലിൽ നിന്ന് അടുക്കായി പോയില്ലേ ചേച്ചി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ആരാ ചെകുത്താൻ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കി വെച്ച ഒരാളില്ലേ, ആളെന്നെ, വൈജയന്തി. അവരോട് ഇംഗ്ലീഷിൽ ചോദിക്കി, വൈ ജയന്തി ഇങ്ങനെയെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്ന് പോടി അവിടുന്ന്, എനിക്കിവിടുന്ന് ഉടനെ വരാൻ പറ്റുന്ന അവസ്ഥയല്ല, അത് പറയാനാ വിളിച്ചേ. എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ ഞാൻ വിളിച്ച് പറയാട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആ ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. അങ്ങനെ അലീന ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അലീന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിയെ വിളിച്ച് പറയുന്നത് നമ്മുടെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വല്ലവരോടും പറയുന്നത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, വല്ലവരും ആണോ, എൻ്റെ അനിയത്തിയല്ലേ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അനിയത്തിയോ, രക്തബന്ധമൊന്നും അല്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഓ, രക്തബന്ധമുള്ളവർ കാട്ടിക്കൂട്ടുന്നത് ഞാൻ കണ്ടല്ലോ, അതിനേക്കാളും ഭേദ ഞാനും രേവതിക്കുട്ടിയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വൈജ പറയുന്നതിലും കാര്യമുണ്ട്, നീ ഈ കുടുംബത്തോട്ട് വരുന്നത് വരെ ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അതെന്താ മുത്തശ്ശി, കഴക്കൂട്ടത്തു നിന്ന് ഞാൻ കുറേ പ്രശ്നങ്ങൾ വാരിക്കെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെതറിയോ? ഇല്ലല്ലോ. അത് മാത്രമല്ല, ഞാൻ വലിഞ്ഞു കയറി വന്നതാണോ ഇങ്ങോട്ട്? അല്ല, മുത്തശ്ശൻ അങ്ങോട്ട് വന്ന് ഞാൻ ആരാണെന്നും ഞാൻ എങ്ങനെയാണെന്നും മനസ്സിലാക്കി എന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട്. ഞാനിവിടെ വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല, നീ അങ്ങനെ വിചാരിക്കല്ലേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എപ്പോഴേ പോകാൻ റെഡിയാണ് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നെ ഈ പാതി വഴിയിലിട്ടിട്ട് നിനക്ക് പോകാൻ കൊള്ളാവോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, പലതും സഹിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്, എന്നെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം ഞാൻ നോക്കും. പിറ്റേ ദിവസം ഗംഗാധര മേനോനും മാലതിയും വരുന്നുണ്ട് കേട്ടോ കൊല്ലപ്പള്ളിയിലേക്ക്. ഇവരെ കാണുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ആൻറ്റി. അപ്പോൾ നമ്മുടെ മാലതി പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ്. ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഹൈ ടെൻഷൻ. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാണ് ഇവിടെ ഹൈ ടെൻഷൻ തരുന്ന ആൾ? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, എല്ലാവരും ടെൻഷനിലാണ്. അങ്കിൾ ഇന്ന് പോവാണോ? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, പോവണ്ടേ, വീട് അടച്ചിട്ട് പോകുന്നതാ. അങ്ങനെ ഗംഗാധര മേനോനും മാലതിയും മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തോ വലിയ ആലോചനയിലായിരുന്നു എന്ന് തോന്നുന്നു, എന്താ അത്ര ആലോചിച്ചു കൂട്ടാൻ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, രാപ്പകലില്ലാതെ ഒരേ കിടപ്പല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിക്കും, മിക്കവാറും പഴയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ടെൻഷനൊന്നുമില്ലല്ലോ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ, പുറമേ നിന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ സുഖമായിട്ട് കിടക്കുക. ആഹാരം കിട്ടുന്നില്ലേ? ഉണ്ട്. മരുന്ന് കിട്ടുന്നില്ലേ? അതും ഉണ്ട്. നോക്കാൻ ആളില്ലേ? അതും ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ അമ്മയുടെ പ്രശ്നം? സന്തോഷമല്ലേ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സന്തോഷിക്കാം, പക്ഷേ വെറുതെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ സങ്കടം വരുമോ? കരയാനാ തോന്നുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല, കണ്ണിക്കൂടെ അങ്ങനെ വെള്ളം വരും. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മക്കളുണ്ടായപ്പോഴും അവരെ വളർത്തിയപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചേ, അവരൊക്കെ എപ്പോഴും കൂടെ കാണുന്ന. ഇതിപ്പോൾ എൻ്റെ ആൺമക്കൾ 3 പേരും 3 രാജ്യത്താണ്, ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. അവസാനം വൈജയുടെ കൂടെ പോരേണ്ടി വന്നില്ലേ? ഇതാണോ എൻ്റെ വീട്, എൻ്റെ തറവാട്? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് കൊല്ലപ്പള്ളി പോയി താമസിക്കാമല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ബെസ്റ്റ്, അങ്ങോട്ട് ചെന്നേച്ചാലും മതി, എന്നെ കാണുമ്പോൾ കലി തുള്ളും പൂതനയ്ക്ക്. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം അമ്മയുടെ വിഷമം എന്താന്ന് പറ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയ്ക്ക് ആ പെങ്കൊച്ചനെ കണ്ടുകൂടാ. നിങ്ങൾ പറ, നിങ്ങൾ കണ്ടതല്ലേ, അവൾ സ്വന്തം വീട് പോലെയാണ് ഈ വീടും പരിസരമൊക്കെ നോക്കുന്നത്. നല്ല സ്വഭാവമാണ്. എനിക്കൊരാവശ്യത്തിന് അവൾ മാത്രമേ ഉള്ളൂ, ഒരു 10 ഹോം നേഴ്സിനെ നിർത്തിയാലും അവളുടെ അത്രയും വരില്ല. അപ്പം മാലതി പറയുന്നുണ്ട്, അമ്മ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ വൈജയ്ക്ക് ഇഷ്ടമല്ലല്ലോ അവളെ. ഞങ്ങൾ അലീനോടും സംസാരിച്ചു, അവൾക്ക് ഇവിടുന്ന് പോയാൽ മതിയെന്ന്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതെന്തുകൊണ്ടാ? വൈജയുടെ സ്വഭാവം കാരണമാണ്. വയസ്സുകാലത്ത് എൻ്റെ മോള് തന്നെ എനിക്ക് പാരയായിട്ട് നിൽക്കുക. അപ്പം മാലതി ചോദിക്കുന്നുണ്ട് കേട്ടോ,
ഈ അലീന എന്നുള്ള പേര് അമ്മ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പണ്ടെന്ന് വെച്ചാൽ? അപ്പം മാലതി പറയുന്നുണ്ട് കേട്ടോ, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഇല്ലല്ലോ, എന്തേ ചോദിച്ചേ? അപ്പം മാലതി ചോദിക്കുന്നുണ്ട്, അച്ഛനെങ്ങാനും പണ്ട് ഇങ്ങനെ ഒരു പേര് പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ അമ്മ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല, എന്നാ? അപ്പം മാലതി പറയുന്നുണ്ട്, ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ ഒന്നല്ല. അപ്പം ഗംഗാധരമേനോ ഇടയിൽ കയറി ഇടപെടുന്നുണ്ട് കേട്ടോ, ഇവള് വെറുതെ അമ്മയുടെ വിഷമം മാറാൻ വേണ്ടി പറഞ്ഞതാ. അപ്പം മാലതിയും തല കുലുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഞങ്ങളിന്ന് തിരിച്ചു പോവും, ഇവിടെ കയറി അമ്മോട് യാത്ര പറയാൻ വേണ്ടി വന്നതാ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഏ, ഇന്ന് പോവോ? അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ദിവസം എത്രയായി വന്നിട്ട്, വീടടച്ചിട്ടിട്ട് പോകുന്നതല്ലേ അമ്മേ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഓടി ചെന്നിട്ട് എന്തിനാടാ, അവിടെ ആരിയ്ക്കുന്നേ? അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ പോലത്തെ വിഷമത്തിൽ തന്നെയാണ് ഞങ്ങളും. മക്കളുണ്ടായി, വളർത്തി, ഒരുത്തൻ വിദേശത്ത്, മോളാണെങ്കിൽ ഡൽഹിയിൽ, കാണാൻ പോലും കിട്ടുന്നില്ല. ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് പോവണ്ടടാ മോനെ, നാളെ പോവാം. അപ്പം മാലതി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, ആഹാ, ഒരു മോൻ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അമ്മമാർക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, എടാ, നീ വൈജയോട് കാര്യമായിട്ടൊന്ന് പറയണം, ആ പെങ്കൊച്ചി ഇവിടെ നിന്നോട്ടെ, അവളില്ലെങ്കിൽ ഞാൻ ഈ കിടപ്പിന്ന് എഴുന്നേക്കത്തില്ലടാ. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഞാൻ പറയാം അമ്മേ, നിർബന്ധമായിട്ട് തന്നെ പറയാം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറഞ്ഞാൽ അവൾ കേൾക്കും, നിന്നെ പേടിയാ അവൾക്ക്. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, പേടിയൊന്നുമില്ല, ഒരു ബഹുമാനം അനുസരണയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരോടും കലഹിക്കാൻ നിൽക്കുന്ന പോലെയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ബാലനെ നീ അലട്ടരുതെന്ന് നീ അവളോടൊന്ന് പറയണം. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, എല്ലാം പറയാം അമ്മേ. അങ്ങനെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ഗംഗാധരമേനോനും മാലതിയും വൈജയന്തിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അലീനേനെ കാണുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട് കേട്ടോ, ഗുഡ് മോർണിംഗ്, ഞങ്ങളിന്ന് തിരിച്ചു പോവുക, എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി വന്നതാ. അമ്മയെ കണ്ട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം, ഞാനിപ്പോൾ തന്നെ എടുക്കാം. അപ്പം നമ്മുടെ മാലതി പറയുന്നുണ്ട്, ഓ വേണ്ട, ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് ചെറിയ തോതിൽ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, ടെൻഷനാ, ചിലപ്പോൾ സാറ് ദേഷ്യത്തിലായിരിക്കും, നല്ല മൂടാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, വൈജോട് എങ്ങനെയാ? മേഡത്തിൻ്റെ ശബ്ദം പോലും കേൾക്കാൻ വയ്യ, ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പം മാലതി ചോദിക്കുന്നുണ്ട്, വൈജയുടെ പ്രതികരണം എന്താ? അപ്പം അലീന പറയുന്നുണ്ട്, കടിച്ചമർത്തി നടക്കുക, എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്നറിയാൻ വയ്യ, ഒരു ബോംബ് ഉള്ളിൽ വെച്ചിട്ടുള്ള പോലെയാണ് നടപ്പ്. അപ്പം ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, മക്കളുടെ റിയാക്ഷൻസ് എങ്ങനെയാണ്? അപ്പം അലീന പറയുന്നുണ്ട്, സാറ് ഗസ്റ്റ് റൂമിലേക്ക് താമസം മാറിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, മേഡത്തോട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയില്ല എന്ന് തന്നെ എല്ലാവരുടെയും അഭിപ്രായം. അപ്പം ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ തോന്നുന്നത്? അപ്പം അലീന പറയുന്നുണ്ട്, സാറ് ബെഡ്റൂം ചേഞ്ച് ചെയ്തത് എന്തായാലും ശരിയല്ല, മേഡത്തിനെ ഇതുപോലെ അകറ്റി നിർത്തുന്നത് തീരെ ശരിയായില്ല. മേഡം അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതും ശരിയല്ല. ഇതൊക്കെ എൻ്റെ തോന്നലുകളാണ്, എനിക്കും തെറ്റുപറ്റാലോ. അപ്പം ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, വൈജ നിന്നോടെങ്ങനെയാ? അപ്പം അലീന പറയുന്നുണ്ട്, എന്നെ കാണുമ്പോൾ മേഡത്തിന് കലി കയറും, പക്ഷേ നേരിട്ടൊന്നും പറയാൻ വയ്യ, എന്നാലും പിറുപിറുക്കും, എന്നെ തല്ലിക്കൊന്ന് കിണറ്റിലിടാനുള്ള ദേഷ്യമുണ്ട് മേഡത്തിന്, ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കുക. അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ബാലേന്ദ്രനോടും വൈജോടും ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് സംസാരിക്കാം, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പം അലീന പറയുന്നുണ്ട്, മേഡല്ലേ ഇത്രയും കാലം ഈ വീട് കൺട്രോൾ ചെയ്തിരുന്നത്, ഇപ്പം എല്ലാം കയ്യിൽ നിന്ന് പോയ പോലെയായി, ശരിക്കും പറഞ്ഞാൽ മേഡം ആകെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മാലതി പറയുന്നുണ്ട്, വൈജ എത്രയൊക്കെ കലഹം ഉണ്ടാക്കിയാലും നീ ഇവിടെ നിന്ന് പോയി കളയരുത്, ഇവിടെയുള്ളവരെ നയിച്ചുകൊണ്ട് പോകാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ, കുറച്ച് കഴിയുമ്പോൾ എല്ലാം കെട്ടടങ്ങിക്കോളും. അപ്പം അലീന പറയുന്നുണ്ട്, മേഡത്തിന് എന്നോടുള്ള ശത്രുത അതൊരിക്കലും തീരാൻ പോകുന്നില്ല. അപ്പം മാലതി ചോദിക്കുന്നുണ്ട്, നിനക്കതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഞങ്ങൾ വൈജയെ കണ്ടൊന്ന് സംസാരിക്കട്ടെ, ചിലപ്പോൾ ഒന്ന് മയപ്പെടുത്താൻ പറ്റിയേക്കും. അപ്പോൾ വൈജയന്തി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, ബാങ്കിൽ പോകാനായിട്ട്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ആഹാ, എപ്പോൾ വന്നു ഗംഗേട്ടാ, കുറേ നേരമായോ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഏയ്, ഒരു അരമണിക്കൂർ, നീ കുളിക്കുമായിരുന്നു എന്ന് കൃഷ്ണമോള് പറഞ്ഞു.
ആ സാരി കൊടുത്ത് ഒരുങ്ങി എങ്ങോട്ടാ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആ ബാങ്കിൽ പോകണം. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഓ സമയമായി വരുന്നു അല്ലേ, ഞങ്ങളിന്ന് തിരിച്ചു പോവാ, നിന്നോട് യാത്ര പറയാൻ വന്നതാ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞൂല്ലേ, ബാലേന്ദ്രൻ എന്നെ ഡിവോഴ്സ് ചെയ്തു. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, വൈജയ് ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും നീ ഉപയോഗിക്കാൻ നിൽക്കണ്ട. അയാൾ കുറച്ച് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് മാറി താമസിച്ചു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ ബാലേന്ദ്രനോട് സംസാരിച്ചോ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഇല്ല, സംസാരിക്കണം. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അത് മനു പറഞ്ഞു. അപ്പോൾ വൈജയന്തി പിന്നെ പരാതി പറയാൻ തുടങ്ങുകയാണ് കേട്ടോ അലീനേനെ പറ്റിയിട്ട്. ദിവസം 150 തവണ അവളെ വിളിക്കും, 1 മണിക്കൂർ തികച്ച് കാണാതിരിക്കാൻ വയ്യ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, വെറുതെ എക്സാജറേറ്റ് ചെയ്ത് സത്യത്തെ വളച്ചൊടിക്കാൻ നിൽക്കണ്ട വൈജയ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഒരു എക്സാജറേഷനും ഇല്ല. ഇന്നലെ ഏതോ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തി റൂമിൽ ഒരു കോളിംഗ് ബെല്ല് ഫിറ്റ് ചെയ്തു. അവളെ കാണണമെന്ന് തോന്നുമ്പോൾ ആ സ്വിച്ചിലോട്ടൊന്ന് അമർത്തിയാൽ മതി. ബെൽ സൗണ്ട് കേട്ടാൽ അവൾ താഴേന്ന് ഓടിക്കേറി ചെല്ലും. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കോളിംഗ് ബെല്ലുള്ളത് നല്ലതല്ലേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആർക്ക് നല്ലത്? എനിക്കത് അത്ര നല്ലതായി തോന്നുന്നില്ല. ഞാനത് നിർത്തിക്കും. അടിച്ചവളുടെ കരണം പുകച്ച് ഞാനിവിടെ നിന്ന് ഓടിക്കും അവളെ. ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഇറങ്ങി നിൽക്കുമോ ഞാൻ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്